ഓണക്കാല ചെലവ് നേരിടുന്നതിനായി സംസ്ഥാനം 2200 കോടി രൂപയാണ് കടമെടുക്കുന്നത്. ആകെ 10,000 കോടി രൂപയാണ് ഓണക്കാല ചെലവിനായി കണക്കുകൂട്ടുന്നത്. അതിനിടയിലുള്ള ഈ തുക കടമെടുക്കുമ്പോൾ പ്രധാനമായും ശമ്പളം നൽകുന്നത്, അതോടൊപ്പം തന്നെ ബോണസ്, ഉത്സവ ഭത്ത, ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകാനാണ്. അതിന് ആകെ 10,000 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. അതിൽ 2200 കോടി രൂപ കടമെടുക്കാനുള്ള ഒരു തീരുമാനമാണ്. ഇതോടെ തന്നെ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 14,400 കോടി രൂപയാണ് ഇതുവരെ കടമെടുത്തത് ഈ ചുരുങ്ങിയ മാസത്തെ കൊണ്ട്. ഏതായാലും കേന്ദ്രത്തോട് കൂടുതൽ കടമെടുക്കുന്ന പരിധിക്കായുള്ള ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നടപ്പിലാകാനുള്ള സാധ്യതയും തീരെ കുറവാണ്. ഏതായാലും കടമെടുക്കുന്നതിന് പുറമെ തന്നെ പണത്തിനുള്ള ഞെരുക്കത്തെ തുടർന്ന് പുതിയ പദ്ധതികൾ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രഷറിയുമായി ബന്ധപ്പെട്ട. അതായത് സെപ്റ്റംബർ 30 വരെ, ഈ ശനിയാഴ്ച മുതൽ സെപ്റ്റംബർ 30 വരെ പുതിയ നിക്ഷേപ പദ്ധതികൾ തയ്യാറാക്കും. കൂടുതൽ പലിശ നൽകിക്കൊണ്ട് 2 വർഷത്തിലധികം നിക്ഷേപം നടത്തുന്ന ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. ഏതായാലും ഇതുപോലെയുള്ള വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സാമ്പത്തിക ഞെരുക്കത്തെ നിയന്ത്രിക്കാനുള്ളൊരു തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത്. നേരത്തെ തന്നെ വകുപ്പുകൾ ചിലവ് ചുരുക്കാനുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കം വളരെയധികം മുൻകണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ 2200 കോടി രൂപ ഓണച്ചിലവിന് മാത്രമായി കടമെടുക്കുന്ന സാഹചര്യമാണ്. ഏതായാലും 10,000 കോടി രൂപ ഇതിനായി വേണം എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. ഏതായാലും ഇനി ഈ കടമെടുപ്പ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള കേന്ദ്ര അനുമതി കൂടി ലഭിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.